So welcome you all. In the design of IC, a MOSFET has four basic layers of representation. One is N diffusion layer, P diffusion layer, polysilicon layer and metal layer. And it can be represented in two different types, that is by using stick diagram and also by using layout diagram. സോ നമ്മളൊരു IC ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു മോസ്ഫെറ്റിനെ നമുക്ക് നാല് ലെയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് N പ്ലസ് ഡിഫ്യൂഷൻ ലെയർ, സെക്കൻഡ് വൺ ഈസ് P പ്ലസ് ഡിഫ്യൂഷൻ ലെയർ, തേർഡ് വൺ ഈസ് പോളിസിലിക്കൺ ലെയർ ആൻഡ് ഫോർത്ത് വൺ ഈസ് മെറ്റൽ ലെയർ. ആൻഡ് അത് രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സ്റ്റിക്ക് ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം, ലേഔട്ട് ഡയഗ്രാം ഉപയോഗിച്ചും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഇൻ ദിസ് ലെക്ചർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് stick diagram. എന്താണ് stick diagram എന്നുള്ളത് നമുക്ക് കാണാം. So this is a diagram of a NMOS transistor, and here we know that the three terminals of an NMOS transistor is source, drain and gate. Okay, in this source and drain will be formed of a N plus diffusion layer and gate will be formed of a polysilicon layer. So this N plus diffusion region will be representing by using a green color, means source and drain. Okay, this will be the source and this will be the drain, and the gate terminal will be represented by using a red color, which is a polysilicon layer, and that will be the gate. This will be the gate. So this is how we will be representing a NMOS transistor by using a stick diagram. അതായത് N plus diffusion layer green color ഉപയോഗിച്ചിട്ടും ഗേറ്റ് ആയിട്ടുള്ള പോളിസിലിക്കൺ will be representing by using red color. So this is how a NMOS transistor will be representing by using a stick diagram. Okay, so this is the circuit diagram of a CMOS inverter, and this is the layout diagram of a CMOS inverter. So stick diagram will be coming in between both of this. Okay, so ഒരു സർക്യൂട്ട് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ഡയഗ്രാം വരക്കാം. സ്റ്റിക്ക് ഡയഗ്രത്തിൽ നിന്നാണ് നമ്മൾ ലേഔട്ട് ഡയഗ്രാം വരക്കുന്നത്. സോ എന്താണ് ഒരു സ്റ്റിക്ക് ഡയഗ്രാം? Okay, so this is the stick diagram of a CMOS inverter, and here you can see the different layers are represented by using different color. Different color ആയിട്ട് നമ്മൾ different layers നെ represent ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ it is represented in the form of stick. സ്റ്റിക്ക് ഫോമിലാണ് ഈ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സ്റ്റിക്ക് ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ എന്ത് വരക്കും? ലേഔട്ട് ഡയഗ്രാം വരക്കും. So in other words, we can give a definition to stick diagram. It is the cartoon of layout diagram. Layout diagraത്തിന്റെ ഒരു cartoon ആണ് എന്ത്? Stick diagram എന്ന് പറയുന്നത്. So we can discuss in detail about this. Now coming to the definition of a stick diagram, it is a diagram. A stick diagram is a kind of diagram which is used to plan the layout of a transistor cell. ഒരു ട്രാൻസിസ്റ്റർ സെല്ലിന്റെ ലേഔട്ട് വരക്കാനുള്ള ഒരു ഡയഗ്രാം ആണ് എന്ത്? സ്റ്റിക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റിക്ക് ഡയഗ്രാംസ് ആർ മീൻസ് ഓഫ് ക്യാപ്ചറിംഗ് ടോപ്പോഗ്രഫി ആൻഡ് ലെയർ ഇൻഫർമേഷൻ യൂസിങ് സിമ്പിൾ ഡയഗ്രാം. ടോപ്പോഗ്രഫി അതുപോലെ ലെയർ ഇൻഫർമേഷൻ നമ്മൾ ഒരു സിമ്പിൾ ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? സ്റ്റിക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് യൂസസ് സ്റ്റിക്സ് ഓർ ലൈൻസ് ടു റെപ്രസെന്റ് ദ ഡിവൈസസ് ആൻഡ് ദ കണ്ടക്ടേഴ്സ്. ഡിവൈസസിനെയും കണ്ടക്ടേഴ്സിനെയും നമ്മൾ സ്റ്റിക്സ് അല്ലെങ്കിൽ ലൈൻസ് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. സ്റ്റിക്ക് ഡയഗ്രാംസ് കൺവേ ദ ലെയർ ഇൻഫർമേഷൻ ത്രൂ കളർ കോഡ്സ് ഓർ മോണോക്രോം എൻകോഡിംഗ്. അതായത് കളർ കോഡ്സ് വെച്ചിട്ട് നമ്മൾ ഡിഫറെന്റ് ലെയർ ഇൻഫർമേഷൻ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും യൂസിങ് ദ സ്റ്റിക്ക് ഡയഗ്രാം. ആൻഡ് ഇറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ സിംബോളിക് സർക്യൂട്ട് ആൻഡ് ദ ആക്ച്വൽ ലേഔട്ട്. നമ്മൾ കണ്ടല്ലോ ആ ഒരു എക്സാമ്പിൾ. അതായത് ഒരു സിംബോളിക് സർക്യൂട്ടിൽ നിന്ന് ആക്ച്വൽ ലേഔട്ടിലേക്ക് എത്തുന്നതിന്റെ ഇന്റർഫേസ് ആണെന്ത്? സ്റ്റിക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് in the stick diagram it does show all the components vias.
അതായത് എല്ലാ കോമ്പണൻസും വയാസും കാണിക്കും in the case of stick diagram, and it shows the relative placement of components. Actual placement അല്ല, relative placements of components നമുക്ക് കാണാൻ പറ്റും in the stick diagram. It goes one step closer to the layout. Layoutന് one step closer ആയിട്ടാണ് stick diagram ഉള്ളത്, and it helps to plan the layout and routing. ലേഔട്ടിനെയും റൂട്ടിങ്ങിനെയും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും by using the stick diagram. കാരണം ആക്ച്വൽ ഡയഗ്രത്തിൽ നമ്മൾ സ്റ്റിക്ക് ഡയഗ്രാം വരയ്ക്കുകയാണ്, സ്റ്റിക്ക് ഡയഗ്രത്തിൽ നിന്നാണ് നമ്മൾ ലേഔട്ട് വരയ്ക്കുന്നത്. So we can plan the layout by using the stick diagram. And a stick diagram is a cartoon of a layout. Okay, ലേഔട്ടിന്റെ ഒരു കാർട്ടൂൺ ആണ് എന്ത് സ്റ്റിക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ സ്റ്റിക്ക് ഡയഗ്രാം എന്താണ് എന്നുള്ള മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ആൻഡ് ഇൻ സ്റ്റിക്ക് ഡയഗ്രാം വാട്ട് ഇറ്റ് ഡസ് നോട്ട് ഷോ, എന്തൊക്കെ കാണിക്കില്ല ഇൻ എ സ്റ്റിക്ക് ഡയഗ്രാം. So in a stick diagram it will not show the exact placement of components. We have already told that it will be showing the relative placement of the components. Okay, exact placement of components കാണിക്കില്ല. And it does not show the transistor sizes, transistorന്റെ size കാണിക്കില്ല, wire length കാണിക്കില്ല, wire width കാണിക്കില്ല, tub boundaries കാണിക്കില്ല. And it will also not show the low level details such as parasitics. ഈ കാര്യങ്ങളൊന്നും ഈ സ്റ്റിക്ക് ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. Okay, and coming to the different notation by using stick diagram. Metal 1 will be represented by blue in color or a dotted line. Okay, polysilicon or gate will be represented by red color or a single line. N diffusion or N plus diffusion will be represented by using a green color or a dashed line. P diffusion will be represented by gray color or yellow color. Normally we will be representing by yellow color, and it will be like dark dashed color, also can be represented by using dark dash color. Metal 2 will be represented by dark blue color or purple color, and metal 3 will be represented by using cyan color. So these are the different notations or different color coding by using the stick diagram. അതായത് പോളിസിലിക്കന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മെറ്റൽ 1 will be represented as blue in color, polysilicon will be represented as red in color, N diffusion will be represented by green in color, P diffusion will be represented by yellow in color. ഈ 4 representation ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ വേണ്ടത്. Okay, so again green will be N diffusion, yellow will be P plus diffusion, blue will be metal, red will be polysilicon, and ബ്ലാക്കിലുള്ള ഈ ഒരു ഡോട്ട് ഇതിനെ നമ്മൾ കോണ്ടാക്ട് കട്ടായിട്ട് ഡിനോട്ട് ചെയ്യും. ആൻഡ് എക്സ് ഓർ ക്രോസ് വിൽ ബി ബ്ലാക്കിൽ ക്രോസ് ചെയ്യുന്നത് നമ്മൾ VDD ഓർ VSS ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. സോ നോക്കുക, ഇതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഗ്രീൻ കളർ എന്താണ്? ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ എന്താ? N പ്ലസ് ഡിഫ്യൂഷൻ ആണ്. റെഡ് എന്ന് പറഞ്ഞാൽ എന്താ? പോളിസിലിക്കൺ ആണ്. സോ ദിസ് വിൽ ബി റെപ്രസെന്റിങ് എ NMOS അല്ലേ? ഗ്രീന് എന്താണ്? N പ്ലസ് ഡിഫ്യൂഷൻ ആണ്, അതിന്റെ മുകളിൽ ഒരു ഗേറ്റ് പോളിസിലിക്കൺ. സോ ഇറ്റ് വിൽ ബി എ NMOS. ഓക്കെ, ഒരു NMOS ട്രാൻസിസ്റ്ററിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. നൗ യെല്ലോ എന്ന് പറഞ്ഞാൽ എന്താ? P പ്ലസ് ഡിഫ്യൂഷൻ ആണ്, അതിന്റെ മുകളിൽ ഒരു പോളിസിലിക്കൺ ഗേറ്റ്. മീൻസ് ദിസ് വിൽ ബി എ PMOS ട്രാൻസിസ്റ്റർ. ഇതൊരു PMOS ട്രാൻസിസ്റ്റർ ആണ്, ഇതൊരു NMOS ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, നൗ what are the different rules in a stick diagram? When two or more sticks of same type cross or touch each other, that represents a electrical contact. അതായത് സെയിം കളറിലുള്ള രണ്ട് സ്റ്റിക്ക് തമ്മിൽ ക്രോസ് ചെയ്യുകയോ ടച്ച് ചെയ്യുകയോ ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് റെപ്രസെന്റ്സ് എ ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. അവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ബ്ലാക്ക് ഡോട്ട് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് മീൻസ് ദാറ്റ് there is a electrical contact. അതായത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോണ്ടാക്ട് വരക്കേണ്ട കാര്യമില്ല, സെയിം ടൈപ്പ് ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ദിസ് മീൻസ് ഇവിടെ എന്താ? ഇവിടെ ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഉണ്ട്.
Okay, so when two or more sticks of same type cross or touch each other, that represents a electrical contact. Electrical contact ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. Then rule number 2, when two or more sticks of different type cross or touch each other, then there is no electrical contact. Okay, അതായത് രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഉള്ള സ്റ്റിക്ക് തമ്മിൽ ടച്ച് ചെയ്യാണ് അല്ലെങ്കിൽ ക്രോസ് ചെയ്യാണ്, അവിടെ എന്താ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഇല്ല. അതായത് ഇങ്ങനെ നമ്മൾ ഒരു ബ്ലൂ ലൈൻ ഒരു റെഡ് ലൈൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഇല്ല. ഇങ്ങനെ മീൻസ് എന്താ, ഒരു ഗ്രേ ലൈൻ അതിനെ ക്രോസ് ചെയ്തിട്ട് ഒരു ബ്ലൂ ലൈൻ, ഇവിടെയും ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഇല്ല. ഇഫ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഈസ് നീഡഡ്, we need to show the connection explicitly. അതായത് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഡാർക്ക് ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് കാണിക്കണം. കാരണം എന്താ, ഇവിടെ 2 ഡിഫറെന്റ് കളേഴ്സ് ആണ് ഓർ 2 ഡിഫറെന്റ് സ്റ്റിക്സ് ആണ്. നേരത്തെ സെയിം സ്റ്റിക്ക് വരുന്ന സമയത്ത് എന്താ, ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി നോൺ ആണ്, നമ്മൾ സെപ്പറേറ്റ് കോണ്ടാക്ട് കട്ടിടേണ്ട ആവശ്യമില്ല. ഈ ഒരു കേസിൽ അതായത് ഡിഫറെന്റ് ലൈൻസ് തമ്മിൽ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ കോണ്ടാക്ട് കട്ടിടണം. ഇല്ലെങ്കിൽ ഇതിനർത്ഥം എന്താ, there is no electrical contact. Now when a poly crosses diffusion, it represents a transistor. Okay, ഒരു പോളിസിലിക്കൺ ക്രോസസ് എ ഡിഫ്യൂഷൻ, ഇതാണ് ഒരു n പ്ലസ് ഡിഫ്യൂഷൻ ആണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ n പ്ലസ് ഡിഫ്യൂഷൻ ആണ്. അതിനെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഒരു പോളിസിലിക്കൺ കൊടുത്ത്, ഇറ്റ് റെപ്രസെന്റ്സ് എ ട്രാൻസിസ്റ്റർ. സോ ഇതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ദിസ് റെപ്രസെന്റ്സ് എ NMOS. നൗ എ ഗ്രേ ലൈൻ, ആ ഗ്രേ ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു പോളിസിലിക്കൺ കൊടുത്തു. ഗ്രേ ലൈൻ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പി പ്ലസ് അല്ലെ, പി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ either it will be using gray line or by using yellow line. So gray line ne cross ചെയ്തുകൊണ്ട് ഒരു polysilicon, so it represents a transistor and it represents a PMOS transistor. PMOS transistor നെയാണ് represent ചെയ്യുന്നത്. And if a contact is shown, then it is not a transistor. അതായത് ഇങ്ങനെ നമ്മൾ എന്താ, ഒരു n diffusion, then അതിന് മുകളിൽ ഒരു പോളിസിലിക്കൺ, അതിന് മുകളിൽ ഒരു കോണ്ടാക്ട് കട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് റെപ്രസെന്റ് എ ട്രാൻസിസ്റ്റർ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എന്താ, കോണ്ടാക്ട് കട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഈ കേസിലും നോക്കുക, ഒരു ഗ്രേ ലൈൻ അതിന്റെ മേളിലായിട്ട് ഒരു റെഡ് ലൈൻ ഉണ്ട്, അവിടെ ഒരു കോണ്ടാക്ട് കട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് റെപ്രസെന്റ് എ ട്രാൻസിസ്റ്റർ വെക്കുന്ന സമയത്ത് എന്താ, ഒരു n ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു p ഡിഫ്യൂഷൻ ലെയർ ഉണ്ടാവും, അതിന്റെ മുകളിൽ നമ്മൾ ഒരു പോളിസിലിക്കൺ ലെയർ ആയിട്ടുള്ള റെഡ് ലൈൻ ഉണ്ടാവും. ഇറ്റ് റെപ്രസെന്റ്സ് എ ട്രാൻസിസ്റ്റർ. ഓക്കെ, now in a CMOS a demarcation line is drawn to avoid the touching of p diffusion and n diffusion. All PMOS must lie on one side of the line and all NMOS will lie on the other side of the demarcation line. So we will be representing a demarcation line like this, and on the either side of demarcation line we will be placing all PMOS and NMOS. അതായത് PMOS demarcation line ഒരു സൈഡിലായിരിക്കണം, NMOS demarcation line അതർ സൈഡിലായിരിക്കണം. എന്തിനാണ് ഈ demarcation line നമ്മൾ വരക്കുന്നത്, it's a line drawn to avoid touching of p diffusion with n diffusion. n diffusionും p diffusionും തമ്മിൽ ടച്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിമാർക്കേഷൻ ലൈൻ വരക്കുന്നത്. ഓക്കെ, നൗ ഹൗ വി ആർ ഗോയിങ് ടു ഡ്രോ എ സ്റ്റിക്ക് ഡയഗ്രം. എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റിക്ക് ഡയഗ്രം വരക്കാൻ പോകുന്നത്. സോ ഇതാണ് ഒരു CMOS ഇൻവെർട്ടർ. ഓക്കെ, ഒരു CMOS ഇൻവെർട്ടർ ആണിത്. ഇതൊരു PMOS ആണ്, ഇതൊരു NMOS ആണ്. NMOSന്റെ സോഴ്സ് VDDയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, ഡ്രെയിൻ ഔട്ട് എടുക്കുന്നു. അതുപോലെ ഈ NMOSന്റെ ഡ്രെയിനിൽ ഔട്ട് എടുക്കുന്നു, സോഴ്സ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. സോ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് സ്റ്റിക്ക് ഡയഗ്രം ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ CMOS inverter and I am going to draw that. So first നമുക്ക് എന്ത് വരക്കണം, PMOSന്റെ കേസിൽ നമുക്ക് ആദ്യം ഒരു p diffusion വരക്കണം അല്ലേ. p diffusion will be drawing by using a yellow line. ഒരു p diffusion വരച്ചു. then n diffusion വരക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, നമുക്ക് ഗ്രീൻ കളർ വേണം. സോ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് n diffusion വരച്ചു, p diffusion വരച്ചു.
വരക്കുന്ന സമയം നിങ്ങൾ വരക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കണേ. നൗ എന്താ പോളിസിലിക്കൺ കൊടുക്കണം അല്ലേ. പോളിസിലിക്കൺ എന്താ റെഡ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ഇവിടെ ഞാൻ പോളിസിലിക്കൺ കൊടുക്കുന്നു, ഇവിടെ ക്രോസ് ചെയ്തു, വിച്ച് മീൻസ് ഇതെന്താണ് ഒരു PMOS ആണ്, ഒരു P ഡിഫ്യൂഷൻ, അതിന് മുകളിൽ ഒരു പോളിസിലിക്കൺ ലെയർ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ PMOS. സിമിലർലി ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് എൻ NMOS, ഇതൊരു NMOS ആയി. നൗ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലേ. തമ്മിൽ കണക്ഷൻ ഐദർ യു ക്യാൻ ഗിവ് മെറ്റൽ ഓർ യു ക്യാൻ ഡ്രോ വിത്ത് പോളിസിലിക്കൺ ഇറ്റ്സെൽഫ്. അതായത് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് പോളിസിലിക്കൺ വെച്ചും കൊടുക്കാം ഓർ യു ക്യാൻ യൂസ് മെറ്റൽ ഓൾസോ. സോ എന്താ ചെയ്തത്, അതായത് ഗേറ്റ് ഇതാണല്ലോ ഇതിന്റെ ഗേറ്റ്, ഇതാണ് ഇതിന്റെ ഗേറ്റ്. രണ്ട് ഗേറ്റും തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലേ. ആ ഗേറ്റ് തമ്മിലുള്ള കണക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നൗ എന്താ നമുക്ക് മെറ്റൽ കണക്ഷൻ കൊടുക്കാം. മെറ്റൽ കണക്ഷൻ ബൈ യൂസിങ് ഗ്ലൂ. സോ ഇവിടെ ഞാൻ വരച്ചു, ഇവിടെയും ഞാൻ വരച്ചു. ഓക്കെ, സോ ഇതിന്റെ സോഴ്സിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ ഉണ്ട് അല്ലേ. NMOSന്റെ സോഴ്സിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ കൊടുത്തു. PMOSന്റെ സോഴ്സിൽ നിന്ന് VDDയിലേക്ക് കണക്ഷൻ കൊടുത്തു. നൗ ഇതിന് നോക്ക്, രണ്ട് ഡ്രെയിൻ തമ്മിൽ കണക്റ്റഡ് ആണ് അല്ലേ. ഇതല്ലേ ഇതിന്റെ ഡ്രെയിൻ. ഈ ഒരു PMOSന്റെ ഡ്രെയിൻ ആണിത്, NMOSന്റെ ഡ്രെയിൻ ആണ് താഴെ, അത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. നൗ ഇവിടെ നിന്നാണ് നമ്മൾ ഇൻപുട്ട് അല്ലേ, ഗേറ്റിലാണ് ഇൻപുട്ട്, അത് ഇവിടെ കൊടുത്തു. സോ ഓൾമോസ്റ്റ് എല്ലാമായി. നൗ വി ഹാവ് ടു ഗിവ് ദ കോണ്ടാക്ട് കട്ട്. എവിടെയൊക്കെ കോണ്ടാക്ട് കട്ട് ഉണ്ട്, ഡിഫറെന്റ് ലേയേഴ്സ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ. ഇവിടെ ഒരു ബ്ലൂവും യെല്ലോവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന അവിടെ ഞാനൊരു കോണ്ടാക്ട് കട്ട് കൊടുത്തു, ഇവിടെ ഒരു കോണ്ടാക്ട് കട്ട് കൊടുത്തു. ദെൻ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു കോണ്ടാക്ട് കട്ട് കൊടുത്തു. ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അവിടെ ഞാനൊരു കോണ്ടാക്ട് കട്ട് കൊടുത്തു. ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അവിടെ ഞാനൊരു കോണ്ടാക്ട് കട്ട് കൊടുത്തു. നൗ ഇവിടെ ഗ്രൗണ്ട് ആണല്ലേ. സോ ഗ്രൗണ്ട് ഞാനൊരു ക്രോസ് മാർക്കിൽ കൊടുത്തു. ദിസ് ഈസ് അവർ ഗ്രൗണ്ട് ആൻഡ് ദിസ് ഈസ് അവർ VDD അല്ലേ. VDD അതവിടെ കൊടുത്തു. നൗ ദിസ് ഈസ് അവർ ഔട്ട്പുട്ട് and this is our input. Okay, now I am giving the demarcation line. Demarcation line എന്ന് പറഞ്ഞാൽ എന്താ, NMOSും PMOSും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓർ കണക്ട് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. So this is how we will be representing a stick diagram. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, സോ നോക്കുക, ആദ്യം നമ്മൾ ബ്ലൂ ലൈൻ വരച്ചു, അതായത് VDD VSS ഓർ VDD ഗ്രൗണ്ട് തമ്മിൽ റെപ്രസെന്റ് ചെയ്യാൻ. ദെൻ ഡിമാർക്കേഷൻ ലൈൻ വരച്ചു. ഓക്കെ, വിച്ച് മീൻസ് ഓൺ ഒരു സൈഡിലായിരിക്കും PMOS ഉണ്ടാവുക, മറ്റേ സൈഡിലായിരിക്കും NMOS ഉണ്ടാവുക. ദെൻ ഒരു N+ ഡിഫ്യൂഷനും ഒരു P+ ഡിഫ്യൂഷനും നമ്മൾ വരച്ചു. ഓക്കെ, ഗ്രീൻ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് N ഡിഫ്യൂഷൻ, ഗ്രേ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് P ഡിഫ്യൂഷൻ. നൗ അവിടെ കോണ്ടാക്ട് കട്ട്, അതായത് VDD VSS ആഡ് ചെയ്തു. അത് മീൻസ് നിങ്ങൾ അത് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ക്രോസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, VDD VSSും ക്രോസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. നൗ പോളിസിലിക്കൺ വെച്ചു, വിച്ച് മീൻസ് അത് രണ്ടും ട്രാൻസിസ്റ്റർ ആയി. മുകളിലുള്ളത് PMOS ട്രാൻസിസ്റ്റർ, താഴെയുള്ളത് NMOS ട്രാൻസിസ്റ്റർ. നൗ രണ്ടിന്റെയും ഡ്രെയിൻ തമ്മിൽ കണക്ട് ചെയ്തു, അതായത് PMOSന്റെ ഡ്രെയിനും NMOSന്റെ ഡ്രെയിനും തമ്മിൽ കണക്ട് ചെയ്തു. നൗ അവിടെ നമ്മൾ കോണ്ടാക്ട് കട്ട് ആഡ് ചെയ്തു. നൗ ഗേറ്റ് തമ്മിൽ ഇന്റർകണക്ട് ചെയ്തു, അതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇത് ഐദർ you can give by using polysilicon itself or you can represent by using metal വെച്ച് നിങ്ങൾക്ക് ഇത് വരക്കാം. ഓക്കെ, ഇപ്പോൾ മെറ്റൽ വെച്ച് വരക്കുന്ന സമയത്ത് കോണ്ടാക്ട് കാണിക്കണം. ഓക്കെ, നൗ
this is the same diagram. It is replaced like this. ഒന്ന് വളച്ചു വരച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. So this is our input side and this is our output side. This is how you will be drawing a stick diagram of a CMOS inverter. CMOS inverterന്റെ stick diagram വരക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Okay. Now നിങ്ങൾക്ക് മൂന്ന് സ്റ്റിക്ക് ഡയഗ്രം ആണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. വൺ ഈസ് CMOS ഇൻവെർട്ടർ, ദെൻ 2 ഇൻപുട്ട് NAND ഗേറ്റ്, ദെൻ 2 ഇൻപുട്ട് NOR ഗേറ്റ്. സോ ഇതാണ് ഒരു 2 ഇൻപുട്ട് NAND ഗേറ്റ് എന്ന് പറയുന്നത്. നോക്കുക, PMOS പാരലൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു, 2 ഇൻപുട്ട് AB, NMOS സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്റ്റിക്ക് ഡയഗ്രം ഓഫ് എ 2 ഇൻപുട്ട് CMOS NAND ഗേറ്റ്. സോ അതെങ്ങനെ വരക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. അഗെയിൻ ആദ്യം നമ്മൾ VCC ഗ്രൗണ്ട് വരക്കാൻ വേണ്ടി 2 മെറ്റൽ മേലെയും താഴെയും വരക്കുക. ഓക്കെ, 2 മെറ്റൽ മേളിലും താഴെയും വരച്ചു. നൗ വിൽ ബി ഗിവിംഗ് N+ ആൻഡ് P+ ഡിഫ്യൂഷൻ. P ഡിഫ്യൂഷൻ പാരലൽ ആയിട്ടാണ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പം ഇവിടെ കൊടുത്തു. ഓക്കെ, പാരലൽ ആയിട്ട് നമ്മൾ കൊടുത്തു. Now N diffusion green color, അത് സീരീസ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, N diffusion ഞാൻ സീരീസ് ആയിട്ട് കൊടുത്തു. ഇവിടെ ഇതിൻ്റെ ഓരോ ടെർമിനൽസ് ഞാൻ മാർക്ക് ചെയ്യാണ്. അതായത് ഇതാണ് PMOSന്റെ സോഴ്സ്, ഇതാണ് സോഴ്സ്, ഇതാണ് ഡ്രെയിന്, ഇതാണ് ഡ്രെയിന്, ഇത് ഈ NMOSന്റെ ഡ്രെയിനാണ്, ഇത് ഈ NMOSന്റെ സോഴ്സ് ആണ്, ഇത് NMOSന്റെ ഡ്രെയിൻ ആണ്, ഇത് NMOSന്റെ സോഴ്സ് ആണ്. ഓക്കെ, നോ ദിസ് ഈസ് ഗേറ്റ്, ഗേറ്റ്, ഗേറ്റ് ആൻഡ് ഗേറ്റ്. ഓക്കെ, നൗ വി ആർ റെപ്രസെന്റിങ് ദ പോളിസിലിക്കൺ. പോളിസിലിക്കൺ എങ്ങനെയാണ്? റെഡ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഐ എം റെപ്രസെന്റിങ് ദ പോളിസിലിക്കൺ ലൈക്ക് ദിസ്. നൗ ഇവിടെ പോളിസിലിക്കൺ വെച്ച് റെപ്രസെന്റ് ചെയ്തു, ഇവിടെയും പോളിസിലിക്കൺ വെച്ച് റെപ്രസെന്റ് ചെയ്തു. സോ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എ ആണല്ലേ, ആ ഇൻപുട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു. ഒരു ഇൻപുട്ട് എ ആണ്, എ എന്ന് പറഞ്ഞ ഇൻപുട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തു. നൗ സെക്കൻഡ് ഇൻപുട്ട് ഇസ് ബി. അത് ഏതൊക്കെയാണ്? ഈ ഒരു ട്രാൻസിസ്റ്ററും ഈ ഒരു ട്രാൻസിസ്റ്ററും ആണ് അല്ലേ? ഈ ഒരു ട്രാൻസിസ്റ്ററും ഈ ഒരു ട്രാൻസിസ്റ്ററും ആണ്. ഓക്കെ, അതാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഔട്ട്പുട്ട് എവിടെ നിന്നാണ് എടുക്കുന്നത്? ഔട്ട്പുട്ട് ഈ ഡ്രെയിനും മൂന്നിന്റെ ഡ്രെയിൻ, ഇതിന്റെ ഡ്രെയിൻ, ഇതിന്റെ ഡ്രെയിൻ, ഇതിന്റെ ഡ്രെയിൻ, മൂന്നും കൂടിയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇവിടെയുള്ള സോഴ്സും ഡ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണ്. സോ റിമൈനിങ് നമ്മൾ കോണ്ടാക്ട് ഇടുന്നത് ബൈ യൂസിങ് ബ്ലൂ. ബ്ലൂ വെച്ചിട്ടാണ് നമ്മൾ കോണ്ടാക്ട് ഇടുന്നത്. സോ അത് ഞാൻ ഇൻപുട്ട് കൊടുത്തു. ഇൻപുട്ട് ഏതൊക്കെയാണ്? ഒന്ന് എ എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റും ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റ്, ഈ ഒരു PMOSന്റെ ഗേറ്റും ഈ ഒരു NMOSന്റെ ഗേറ്റും, അതാണല്ലോ ഇവിടെ കാണിച്ചത്. ഈ ഒരു PMOSന്റെ ഗേറ്റും ഈ ഒരു NMOSന്റെ ഗേറ്റും, അതാണെന്ത് എ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ബി എന്ന് പറയുന്നത് ഈ ഒരു PMOSന്റെ ഗേറ്റും ഈ ഒരു NMOSന്റെ ഗേറ്റും, ഈ ഒരു PMOSന്റെ ഗേറ്റും ഈ ഒരു NMOS, ഇതാണെന്ത് ബി എന്ന് പറയുന്നത്. ഓക്കെ, സോ എയും ബിയും ആയി. ഇതിന്റെ രണ്ടിന്റെ ഡ്രെയിനും ഈ ഡ്രെയിനായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? ഇതിന്റെ രണ്ടിന്റെ ഡ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, നൗ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദിസ് ഡ്രെയിൻ. ഈ NMOSന്റെ ഡ്രെയിനായിട്ട് കണക്റ്റഡ് ആണ്. നൗ ഇതിന്റെ സോഴ്സും ഡ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണ്. സോഴ്സും ഡ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇതിന്റെ സോഴ്സ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സോഴ്സ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ദെൻ ഇതിന്റെ സോഴ്സ് എങ്ങോട്ടേക്ക്? VDDയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സോഴ്സ് VDDയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ബാക്കിയുള്ള കോണ്ടാക്ട് കട്ട്സ് നമ്മൾ ഇടുക ബൈ യൂസിങ് ബ്ലാക്ക് കളർ. എവിടെയൊക്കെ കോണ്ടാക്ട് ഉണ്ട്? ഡിഫറെന്റ് ലെയർ ആണ്. സോ ഇവിടെ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ എന്താ? VDD ആണ്. സോ ക്രോസ് കട്ട് ഇടുക. ഇവിടെയും VDD ആണ്, ക്രോസ് കട്ട് ഇടുക. ഇവിടെ VSS ഓർ ഗ്രൗണ്ട് ആണ്, ക്രോസ് കട്ട് ഇട്ടു. ഇവിടെ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ കോണ്ടാക്ട് ഉണ്ട്. സോ ദിസ് ഈസ് ദ ഇൻപുട്ട് A and this is the input B, and
output will be taken from blue color. This is the output അല്ലേ? ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. വി ഔട്ട്. നൗ demarcation line വരയ്ക്കണം. So demarcation line I am drawing here. This is the demarcation line. So I am representing VDD here and VSS here. Okay, so this is how you will be drawing the stick diagram of a 2-input CMOS NAND gate. Okay, now this is the stick diagram of a 2-input NOR gate. So ഇവിടെ ആകെ വരുന്ന വ്യത്യാസം എന്താണ്? ഇവിടെ ഈ ഒരു പാർട്ട്, അതായത് ഈ ഒരു PMOS പാർട്ട് എന്താ സീരീസ് ആയിട്ടാണ് വരിക, NMOSന്റെ പാർട്ട് എന്താ പാരലൽ ആയിട്ടാണ് വരിക. സോ അതനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റി വരച്ച് നോക്കുക. ദിസ് ഈസ് യുവർ അസൈൻമെന്റ്. സോ നിങ്ങളിതൊന്ന് ഇപ്പം തന്നെ ഒന്ന് വരച്ച് നോക്കുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സ്റ്റിക്ക് ഡയഗ്രാം. സോ എന്താണ് സ്റ്റിക്ക് ഡയഗ്രാം? സ്റ്റിക്ക് ഡയഗ്രാം ഇഫ് എ കാർട്ടൂൺ ഓഫ് ലേഔട്ട് ആൻഡ് will be representing the stick diagram by using sticks, and different layers will be representing by using different colors. Main ആയിട്ട് metal one will be represented by blue in color, polysilicon by using red color, N division by using green color, and P division by using yellow color. So അതാണ് different ways, different colors of representing different layers. So if there is എന്താ രണ്ട് different colors touch ചെയ്യുന്ന സമയത്ത് എന്താ, we have to put a contact there, and if a N diffusion or P diffusion is crossed by a polysilicon layer, it represents a transistor, and VDD ground അത് നമ്മൾ represent ചെയ്യുന്നത് ഒരു ക്രോസ് വെച്ചിട്ട്, ബ്ലാക്കിൽ ഒരു ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ represent ചെയ്യുക. Wherever you need contact, you have to put that dark dot. Okay, so that is all about stick diagram. സോ നിങ്ങൾക്ക് ഈ ഒരു സിലബസിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട 3 സ്റ്റിക്ക് ഡയഗ്രാമാണ്. വൺ ഈസ് CMOS ഇൻവെർട്ടർ, സെക്കൻഡ് വൺ ഈസ് 2-input NAND ഗേറ്റ്, ആൻഡ് തേർഡ് വൺ ഈസ് 2-input NOR ഗേറ്റ്. സോ NOR ഗേറ്റിനെ നിങ്ങൾ ഇപ്പോൾ തന്നെ വരച്ച് നോക്കുക. വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിംഗ് ദിസ് ലെക്ചർ. താങ്ക് യു.